എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിൽ അവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8334928062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി മലപ്പുറം ടൗണിലേക്കാണ്. സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള 4 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉള്ള പുരുഷനെ ആവശ്യമുണ്ട്. മികച്ച സാലറി ഉണ്ടായിരിക്കും. റിറ്റെയിൽ ടെക്സ്റ്റൈൽ സെക്ടറിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ബാക്കി സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തേക്കാണ്. ടെക്സ്റ്റൈൽസ് ഫീൽഡിലേക്ക് സ്റ്റോർ മാനേജർ, ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. സ്റ്റോർ മാനേജറായിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. മിനിമം 6 മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി കൊച്ചിയിലേക്കാണ്. സെയിൽസ് കൺസൾട്ടൻ്റ് ആയിട്ടും സർവീസ് അഡ്വൈസറായിട്ടും വേക്കൻസികളുണ്ട്. സെയിൽസ് കൺസൾട്ടൻ്റ് ആയിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള മിനിമം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം. സർവീസ് അഡ്വൈസറായിട്ട് 2 പേരെയാണ് ആവശ്യം. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസും എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ 2 പോസ്റ്റുകളിലേക്കുമുള്ള സാലറി തീരുമാനിക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസിയും വരുന്നത് കൊച്ചിയിലേക്കാണ്. സീനിയർ അക്കൗണ്ടൻ്റ് അതേപോലെ സ്റ്റോർ അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. സീനിയർ അക്കൗണ്ടൻ്റ് ആയിട്ട് 2 പേരെയാണ് ആവശ്യം. BCom അല്ലെങ്കിൽ MCom പാസ്സായിട്ടുള്ളവരായിരിക്കണം. മിനിമം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. സ്റ്റോർ അസിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിരിക്കണം. MS ഓഫീസ് അതേപോലെ എക്സൽ നോളജ് ഉണ്ടായിരിക്കണം. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് സ്പെയർ പാർട്സിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സാലറി അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വരുന്നത് വയനാട് ജില്ലയിലേക്കാണ്. സുൽത്താൻ ബത്തേരിയിലേക്ക് അക്കൗണ്ടൻറ്റ്, വെയ്റ്റർ ആൻഡ് ക്ലീനിങ് സ്റ്റാഫ്, വെജിറ്റേറിയൻ കുക്ക് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. അക്കൗണ്ടൻ്റായിട്ട് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു പുരുഷനെയാണ് ആവശ്യം. 25,000 രൂപ വരെയായിരിക്കും സാലറി. 4 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. വെയ്റ്റർ ആൻഡ് ക്ലീനിങ് സ്റ്റാഫിലേക്ക് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. അതേപോലെ വെജിറ്റേറിയൻ കുക്ക് പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഈ 2 പോസ്റ്റുകളിലേക്കും സാലറി കാര്യങ്ങളെല്ലാം ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ടൗണിലേക്കാണ്. ഓഫീസ് സ്റ്റാഫായിട്ട് അക്കാദമിക് കൗൺസിലർ പോസ്റ്റിലേക്ക് ഫീമെയിൽ വേക്കൻസി അവൈലബിൾ ആണ്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. മിനിമം +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സാലറി ഫ്രഷേഴ്സിന് 10,000 രൂപയായിരിക്കും. എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് കൊണ്ടോട്ടിയിലേക്കാണ്. സെയിൽസ് പ്രൊമോട്ടറായിട്ടൊരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. സാലറി 11,000 രൂപ വരെ ഉണ്ടായിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്കാണ്. സീനിയർ അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു പുരുഷനെ ആവശ്യമുണ്ട്. മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം. മികച്ച സാലറി ഉണ്ടായിരിക്കും. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് ജില്ലക്കാർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത വേക്കൻസിയും കോട്ടക്കലിലേക്കാണ്. ഷോപ്പ് സെയിൽസ്മാൻ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ടെലികോളർ, സീനിയർ മൊബൈൽ ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ്. ഷോപ്പ് സെയിൽസ്മാൻ ആയിട്ട് ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. ഏത് യോഗ്യതയുള്ളവർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാം. പക്ഷേ മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസും ടെലികോളറായിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ടെലികോളറായിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം. സീനിയർ മൊബൈൽ ടെക്നീഷ്യനായിട്ട് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ്
ഇലക്ട്രോണിക്സിൽ പാസ്സായിട്ടുള്ള മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം. എല്ലാ പോസ്റ്റുകളിലേക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി മലപ്പുറം UP ഹില്ലിലേക്കാണ്. ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉള്ള +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. 15,000 രൂപയായിരിക്കും സാലറി ഉണ്ടാവുക. എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സാലറിയിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. 10 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ.